കേരള എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. PWD വിഭാഗക്കാർക്ക്, അതായത് ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള ശാരീരിക പരിശോധന നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു ശാരീരിക പരിശോധനയ്ക്ക് നിങ്ങൾ പങ്കെടുത്ത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ആ വിഭാഗത്തിലുള്ള സംവരണ സീറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ 2024 വർഷത്തെ ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള മെഡിക്കൽ ബോർഡ് നടത്തുന്നത് 2024 ജൂൺ 18 മുതൽ 28 വരെയാണ്. ജൂൺ 18 മുതൽ 28 വരെയാണ് ഇത് നടത്തുന്നത്. ഇനിയും ഉള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ 10:30 മുതൽ വൈകുന്നേരം 3:30 വരെ തിരുവനന്തപുരം ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിലെ കോൺഫറൻസ് ഹാളിൽ വെച്ചായിരിക്കും ഈ ഒരു മെഡിക്കൽ ബോർഡ് നടത്തുന്നത്. പക്ഷേ ഇത് 23/6/2024 ജൂൺ 23 കാണില്ല. ഈ ഒരു മെഡിക്കൽ ബോർഡ് കാണില്ല. എന്തെങ്കിലും അവധി ദിവസമായിരിക്കും മെഡിക്കൽ ബോർഡ് കാണില്ല. ഇനി പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ ഒരു മെഡിക്കൽ ബോർഡിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ എൻ്റർ ആവണം. അതായത് ഓൾറെഡി നിങ്ങൾ ഓൺലൈൻ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ എൻ്റർ ആയിട്ട് രജിസ്റ്റർ ഫോർ PWD വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് ഈ ഒരു നിങ്ങളുടെ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നൽകി ചെയ്യാനായിട്ട് സാധിക്കും. ഈ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കത്ത് ലഭിക്കും. അതുപോലെ തന്നെ PWD വെരിഫിക്കേഷൻ പെർഫോമ എന്നിവ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സൈറ്റിൽ സൗകര്യം ഉണ്ടാവും. ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസബിലിറ്റി ഉണ്ടെന്ന് തെളിയിക്കാനുള്ള മെഡിക്കൽ രേഖകൾ എന്നിവ ഇത്രയും സഹിതം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ഹാളിൽ ഹാജരാകേണ്ടതാണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഈ ഒരു ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതായിട്ടുള്ള അപേക്ഷ നൽകാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതൊരു ഓൺലൈൻ അപേക്ഷയുടെ സമയത്ത് നമുക്ക് PWD കാൻഡിഡേറ്റ് ആണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ സമർപ്പിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പരിശോധനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. സപ്പോസ് ആ സമയത്ത് നിങ്ങൾ കൊടുക്കാൻ മറന്നുപോയെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്കിപ്പം ഈ ഒരു പരിശോധനയിൽ പങ്കെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, അത് കൊടുക്കാൻ മറന്നുപോയി, നേരത്തെ ഇൻഫർമേഷൻ അവിടെ സൈറ്റിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുക്കാനായിട്ട് മറന്നുപോയി, അത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മെഡിക്കൽ പരിശോധനയിൽ പങ്കെടുക്കുന്ന വിവരം ഈ കാണുന്ന മെയിൽ ID അതായത് ceeinfo.cee@kerala.gov.in എന്ന മെയിലിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിങ്ങൾ മെയിൽ അയക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു മെഡിക്കൽ പരിശോധനയിൽ പങ്കെടുക്കാവുന്നതാണ്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു മെഡിക്കൽ ബോർഡിൽ നിങ്ങൾ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ കീം മുഖേനയുള്ള കോഴ്സുകളിൽ ഭിന്നശേഷി വിഭാഗം സീറ്റുകളിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കില്ല. സോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബൈ.